ഏലിയ ശ്ലീഹ രണ്ടാം ഞായർ മത്തായി 24:29 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ. ആസന്നമായിക്കൊണ്ടിരിക്കുന്നതും എന്നാൽ അവ്യക്തതയിൽ തുടരുന്നതുമായ സമയത്തെക്കുറിച്ചും അതിൻ്റെ പൂർത്തീകരണത്തെക്കുറിച്ചുമാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ആർക്കും അറിഞ്ഞുകൂടാത്ത ദിവസവും മണിക്കൂറുമാണ് വരാനിരിക്കുന്നത്. മനുഷ്യപുത്രൻ്റെ രണ്ടാമത്തേതും അവസാനത്തേതുമായ വരവിനെക്കുറിച്ചാണ് ഈശോ പറയുന്നത്. പിതാവിന് മാത്രം അറിയാവുന്ന ഒരു സമയത്തിൻ്റെ പൂർത്തീകരണത്തെക്കുറിച്ചാണ് അവിടുന്ന് മുന്നറിയിപ്പ് നൽകുന്നത്. ആ ദിവസത്തെക്കുറിച്ചോ മണിക്കൂറിനെക്കുറിച്ചോ പിതാവിനല്ലാതെ മറ്റാർക്കും, സ്വർഗത്തിലെ ദൂതന്മാർക്കോ പുത്രന് പോലുമോ അറിഞ്ഞുകൂടാ. ഒരു വലിയ പീഡാനുഭവകാലത്തിൻ്റെ അവസാനം ഭൂമിയിലെ സകല ഗോത്രങ്ങളും വിലപിക്കുമ്പോൾ ആകാശത്തിൽ മനുഷ്യപുത്രൻ്റെ അടയാളം പ്രത്യക്ഷപ്പെടുമെന്ന് അവിടുന്ന് പറയുകയാണ്. ആകാശത്തിൻ്റെ ആകമാനമുള്ള രൂപവും ഭാവവും മാറ്റങ്ങൾക്ക് വിധേയമാകും. സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശിക്കുകയില്ല. അവ ഇരുണ്ട ഗോളങ്ങൾ മാത്രമായി അവശേഷിക്കും. മിന്നിത്തിളങ്ങി ആകാശത്തിന് വിശാലതയും സാന്നിധ്യവും നൽകുന്ന നക്ഷത്രങ്ങളെല്ലാം അപ്രത്യക്ഷമാകും. അങ്ങനെ ഒരിടത്താണ് മനുഷ്യപുത്രൻ്റെ അടയാളം പ്രത്യക്ഷമാകുന്നത്. അത് നമുക്ക് ദൃശ്യമാകണമെങ്കിൽ അത് പ്രകാശിതമായിരിക്കണം, അതായത് പ്രകാശിക്കുന്ന ഒരു സാന്നിധ്യമായിരിക്കണം അത്. ആ അടയാളം എന്തായിരിക്കാം? മനുഷ്യപുത്രൻ ശക്തിയോടും വലിയ മഹത്വത്തോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് അവർ കാണും. ലൂക്ക 21:27. അത് മോചനത്തിൻ്റെ അടയാളമാണ്. മോചനമാസന്നമായി എന്നതിൻ്റെ അടയാളമാണത്. ഇവയെല്ലാം സംഭവിക്കുവാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ശിരസ്സ് ഉയർത്തി നിൽക്കുവിൻ, എന്നാൽ നിങ്ങളുടെ വിമോചനം സമീപിച്ചിരിക്കുന്നു. 21:28. വേനൽക്കാലവും മഞ്ഞുകാലവും മഴക്കാലവും ഒക്കെ മാറി മാറി വരുന്നതിൻ്റെ അടയാളങ്ങൾ കണ്ടിട്ട് ആസന്നമാകുന്ന സമയത്തെ മുൻകൂട്ടി അറിയുവാൻ നമ്മൾ പ്രാപ്തരാണ്. മാറി മാറി വരുന്ന ഋതുക്കളിൽ മരങ്ങൾക്കും ചെടികൾക്കും ഉണ്ടാകുന്ന വ്യതിയാനങ്ങളെക്കുറിച്ചും ജീവൻ്റെ വ്യത്യസ്തങ്ങളായ ആവിഷ്കാരങ്ങളെക്കുറിച്ചും അവിടുന്ന് പറയുകയാണ്. അത്തിമരത്തിൽ നിന്ന് നിങ്ങൾ പഠിക്കുവിൻ. അതിൻ്റെ കൊമ്പുകൾ ഇളതാവുകയും തളിർക്കുകയും ചെയ്യുമ്പോൾ വേനൽ അടുത്തിരിക്കുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. അതുപോലെയാണ് അന്ത്യത്തിൽ വരാനിരിക്കുന്നതിനെക്കുറിച്ച് മനുഷ്യപുത്രൻ മനുഷ്യവംശം അറിഞ്ഞ് കാത്തിരിക്കേണ്ടത്. എന്നാൽ അന്ത്യത്തിൽ സംഭവിക്കുന്നത് പുതിയ ഒന്നിൻ്റെ ഉരുത്തിരിയലാണ്. അതിന് ഈശോ കൊടുക്കുന്ന നിർവചനമാണ് ദൈവരാജ്യത്തിൻ്റെ ആഗമനം എന്നത്. അത് പുതിയൊരു ആകാശവും പുതിയൊരു ഭൂമിയുമായിരിക്കുമെന്ന് വെളിപാടിൻ്റെ പുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നു. 21:1. മനുഷ്യപുത്രൻ്റെ ആഗമനത്തിൽ ഭൂമിയുടെ അതിർത്തികൾ മുതൽ ആകാശത്തിൻ്റെ അതിർത്തികൾ വരെ 4 ദിശകളിൽ നിന്നും അവൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടും. മർക്കോസ് 13:27. അതാണ് അവരുടെ മോചനം. ആർക്കാണ് കർത്താവിൻ്റെ ഈ വെളിപാട് നൽകപ്പെട്ടിരിക്കുന്നത്? 2000 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഒരു തലമുറയോടായിരുന്നെങ്കിൽ അതൊന്നും ഇതുവരെ നടന്നിട്ടില്ല എന്നതിനാൽ അവ്യക്തത അനന്തമായും അവ്യക്തമായും നീളുന്ന ഒരു പൂർത്തീകരണത്തെക്കുറിച്ചാണ് അവിടുന്ന് പറഞ്ഞത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ അവിടുന്ന് പറഞ്ഞതിലുള്ള അവ്യക്തത തുടരുകയാണ്. കർത്താവിൻ്റെ വാക്കുകളിൽ ഇതെല്ലാം സംഭവിക്കുന്നതുവരെ ഈ തലമുറ കടന്നു പോവുകയില്ല. മത്തായി 24:34. അവിടുന്ന് ഈ വെളിപാട് നടത്തുന്നത് ചോദ്യം ചെയ്യുവാൻ പാടില്ലാത്ത ഉറപ്പോടുകൂടിയാണ്. ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എൻ്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല. അസന്നിഗ്ധമായ ഈ വാക്കുകളുടെ അർത്ഥം എന്താണ്? അവസാനം അവ്യക്തതയല്ലേ അവശേഷിക്കുന്നത്? കർത്താവീശോ നടത്തിയ പ്രവചനാത്മകമായ ഈ വെളിപ്പെടുത്തൽ മനുഷ്യകുലത്തിന് മുഴുവനായോ അതോ ഓരോ വ്യക്തിയെയും ഉദ്ദേശിച്ചുള്ളതും ആയിരുന്നോ എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാകുകയാണ്. കർത്താവിൻ്റെ ഈ വാക്കുകൾ, ഈ വെളിപാട് ഒരുപാട് ഉത്കണ്ഠയോടെയാണ് നമ്മൾ വീണ്ടും വീണ്ടും ശ്രവിക്കുന്നത്. പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഭീതിയോടെ അവിടുത്തെ വചനത്തെ ചിന്താവിഷയമാക്കുന്നു. ഭാവിയെക്കുറിച്ചുള്ള ശാസ്ത്രത്തിൻ്റെ പ്രവചനങ്ങളിൽ കർത്താവിൻ്റെ വെളിപ്പെടുത്തലിൻ്റെ സൂചനകളും അർത്ഥവും നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഇന്നലെയും ഇന്നും ഈ ലോകം നിലനിൽക്കുന്നതുകൊണ്ട് നാളെയും അത് നിലനിൽക്കും എന്ന ഉറപ്പും നമുക്കുണ്ടാകുന്നു. ഒന്നും ഉടനെയെങ്ങും സംഭവിക്കുകയില്ല എന്ന ഉറപ്പോടെ ജീവിതത്തിൻ്റെ സാധാരണത്വത്തിൽ ഇൻ ഓർഡിനറി ഡേ ടു ഡേ ലൈഫ് നമ്മൾ മുന്നോട്ട് പോകുന്നു. ഈ വിചിന്തനത്തിൻ്റെ പശ്ചാത്തലത്തിൽ എന്തായിരിക്കണം നമ്മുടെ മനോഭാവം? ഭീതിയാണോ നമ്മെ നയിക്കേണ്ടത്? മനുഷ്യജീവിതത്തിൻ്റെ താൽക്കാലികതയെക്കുറിച്ചും നൈമിഷികതയെക്കുറിച്ചുമുള്ള അവബോധത്തിലേക്ക് മനുഷ്യകുലത്തെ നയിക്കുവാനുള്ള പ്രവചനാത്മകമായ മുന്നറിയിപ്പായിരുന്നോ ഈശോയുടെ വാക്കുകൾ? അങ്ങനെയൊരു ഫ്രെയിം വർക്കിലാണോ ദൈവരാജ്യത്തിൻ്റെ ആഗമനത്തെക്കുറിച്ചും നീതിമാന്മാരുടെ രക്ഷയെക്കുറിച്ചും ഈശോ പറയുന്നത്? വ്യത്യസ്തമായ മറ്റൊരു കാഴ്ചപ്പാടിനും ഇവിടെ സാധ്യതയില്ലേ? അതായത്
ഓരോ മനുഷ്യനും വ്യക്തിപരമായി ഒരു ലോകാവസാനവും പുതിയ ആകാശത്തിൻ്റെയും പുതിയ ഭൂമിയുടെയും പിറവിയും ദൈവരാജ്യത്തിൻ്റെ വെളിപാടും സ്വന്തം രക്ഷയ്ക്കുള്ള സാധ്യതയുമുണ്ട് എന്ന വെളിപ്പെടുത്തൽ കൂടെയല്ലേ അത്? എൻ്റെ മരണത്തോടുകൂടി ഈ ലോകം എനിക്കായി അവസാനിക്കുകയാണ്. എൻ്റെ ഈ ലോകദർശനം അവസാനിക്കുകയാണ്. ഒരു സ്വപ്നലോകം ഉദയം ചെയ്യാൻ പോകുന്നു. ഈ ഒരു ഉൾക്കാഴ്ചയിലേക്ക് നയിക്കുന്ന ഒരു ദർശനാത്മക ആശയമായിരിക്കാം ഈശോ കൈമാറുന്നതെന്ന് എനിക്ക് തോന്നുന്നു. സമയത്തിൻ്റെ അവാച്യമായ ഒരു അനുഭവം കർത്താവ് പങ്കുവയ്ക്കുന്നുണ്ട്. സമയം നിരന്തരമായ ഒരു പ്രവാഹത്തിലാണ്, എന്നാൽ അതിനൊരു അന്ത്യവുമുണ്ട്. അത് ഏത് നിമിഷമോ മണിക്കൂറോ ആണ് സംഭവിക്കുന്നതെന്ന് ആർക്കും അറിഞ്ഞുകൂടാതാനും സ്വർഗവാസികൾക്ക് പോലും അറിഞ്ഞുകൂടാ. സമയവും നിത്യതയും കണ്ടുമുട്ടി സമയം നിത്യതയിൽ ലയിക്കുന്ന നിമിഷത്തിലാണ് സംഭവിക്കുന്നത് എന്ന ഉൾക്കാഴ്ചയിലേക്ക് ഞാൻ എത്തിച്ചേരുകയാണ്. താൽക്കാലികതയാണ് ടെമ്പറാലിറ്റി സമയത്തിൻ്റെ പിന്നിലെ അടിസ്ഥാന തത്വം. താൽക്കാലികതയിൽ നിത്യതയെ കണ്ടെത്തുവാൻ സാധിക്കുകയില്ല. അതിനാൽ താൽക്കാലികമായ സമയവും കടന്നു പോകണം നിത്യത സംജാതമാകുവാൻ. ഇഹലോക ജീവിതം കടന്നു പോകണം നിത്യജീവനെ പ്രാപിക്കുവാൻ. ഈ ലോക ജീവിതത്തിൽ സഹനമുണ്ട്, കടന്നുപോകലിൻ്റെ വേദനയുണ്ട്, കരച്ചിലും വിലാപവുമുണ്ട്. ഈ ലോക ജീവിതത്തിൽ നിന്നുള്ള മോചനമാണ് ജീവിതം ലക്ഷ്യം വയ്ക്കുന്നത്. നിത്യതയിൽ വിലയം പ്രാപിക്കുവാൻ ഉള്ളതാണ് നമ്മുടെ ജീവിതം. ഈയൊരു ഉൾക്കാഴ്ചയിലേക്കും കർത്താവിൻ്റെ വാക്കുകൾ നമ്മെ നയിക്കുന്നു. കർത്താവിൻ്റെ വാക്കുകൾ നിഷേധാത്മകമല്ല, നെഗറ്റീവല്ല, പ്രതീക്ഷ ഉണർത്തുന്നവയാണവ. അവിടുത്തെ വാക്കുകൾ ആശ്വാസവാക്കുകൾ കൂടിയാണ്. സഹനവും പീഡനവും ദുഃഖവും രോദനവും ഒക്കെ കടന്നുപോകും. നിത്യത ഉദയം ചെയ്യും. അവിടെയാണ് നിത്യം നിലനിൽക്കുന്ന പുതുജീവൻ പിറക്കുന്നത്. കടന്നുപോകലിനെ കണ്ടുകൊണ്ട് നിലനിൽക്കുന്നതിനെ തേടുവാനും നേടുവാനും സ്നേഹിക്കുവാനും നമ്മൾ പഠിക്കണമെന്ന ഉൾക്കാഴ്ചയും കർത്താവ് നമുക്ക് ഇന്നത്തെ സുവിശേഷത്തിലൂടെ നൽകുകയാണ്. ഈ ആഴമായ ഉൾക്കാഴ്ചയും നമ്മുടെ വിശ്വാസത്തിൻ്റെ വഴിവിളക്കാകണം എന്ന ഉപസംഹാര ചിന്തയോടെ നമ്മുടെ സുവിശേഷ പഠനം ഇവിടെ പൂർത്തിയാക്കാം. ഏവർക്കും ഞായറാഴ്ചയുടെ അനുഗ്രഹങ്ങൾ, ആശംസകൾ.